ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിക്കായുള്ള തെരച്ചിൽ ഫലപ്രദമല്ലെന്നാരോപിച്ച് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ കൂടുതൽ പേരെ ഉൾപ്പെടുത്തി തിരച്ചിൽ കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. രണ്ടാം ദിവസത്തെ തിരച്ചിലും ഫലപ്രദമാകാതിരുന്ന സാഹചര്യത്തിലായിരുന്നു തൊഴിലാളികളുടെ പ്രതിഷേധം. പാലക്കാട്, മലമ്പുഴ, മണ്ണാർക്കാട് പ്രദേശങ്ങളിലാളുകളാണ് നഗരസഭാ അധ്യക്ഷയോടും ഫയർഫോഴ്സ് സംഘത്തോടും അതൃപ്തി അറിയിച്ചത്. അടുത്ത ദിവസം തിരച്ചിൽ കാര്യക്ഷമമായില്ലെങ്കിൽ സ്വന്തം നിലയിൽ പുഴയിൽ തിരച്ചിലിനിറങ്ങുമെന്ന് തൊഴിലാളികൾ അറിയിച്ചു. നമ്മുടെ ജ്യേഷ്ഠനാണ് അതുപോലെ പുഴയിൽ മീൻ പിടിക്കാൻ മത്സ്യബന്ധനത്തിൽ പോയിട്ട് അതുപോലെ ഇന്നലെ 10 മണിയാകുമ്പോൾ പെട്ട്. അപ്പോൾ അതിനെ കണ്ടുകിട്ടാൻ വേണ്ടി ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഒരു യൂണിറ്റ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇനി കുറച്ചും കൂടി ആൾക്കാരും കൂടി ഒന്ന് തിരച്ചിലൊന്ന് സഹായിച്ചു തന്നാൽ ഒത്തിരി ഉപകാരമായിട്ടുണ്ടാവും. തഹസിൽദാരുമായി ഫോണിൽ സംസാരിച്ച ചെയർപേഴ്സൺ കെ ജാനകിദേവി ചൊവ്വാഴ്ചത്തേക്ക് ദൗത്യസംഘത്തിൻ്റെ അംഗബലം കൂട്ടാൻ നിർദ്ദേശം നൽകി. തൊഴിലാളിയുടെ ബോഡി കിട്ടുന്നതിന് വേണ്ടി ഇന്ന് തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്നും കിട്ടിയില്ലെങ്കിൽ നാളെ രാവിലെ ഫോഴ്സുകളെ ഇറക്കിയിട്ട് അതിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച തിരച്ചിൽ വിപുലമാക്കാമെന്ന ഉറപ്പ് ലഭിച്ച ശേഷമാണ് തൊഴിലാളികൾ പിരിഞ്ഞുപോയത്. ഞായറാഴ്ച രാവിലെയാണ് മത്സ്യത്തൊഴിലാളി പാലപ്പുറം പാറക്കൽ യൂസഫ് ഒഴുക്കിൽപ്പെട്ടത്. മീറ്റ്ന തടയണയ്ക്ക് സമീപം മീൻ പിടിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.